ശബരിമല കർമ്മസമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. ഹർത്താലിൽ വ്യാപക ആക്രമം. 1000-ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തു. വാടാനപ്പള്ളി ഗണേശമംഗലത്ത് 5 BJP പ്രവർത്തകർക്ക് കുത്തേറ്റു. SDPI പ്രവർത്തകരുമായുള്ള സംഘർഷത്തിനിടെയായിരുന്നു കുത്തേറ്റത്. ഹർത്താലുമായി സഹകരിക്കില്ലെന്ന വ്യാപാരികളുടെ പ്രഖ്യാപനം പാളി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നില്ല. ജില്ലയിൽ മാധ്യമ പ്രവർത്തകർക്കെതിരെ വ്യാപക ആക്രമം. പ്രതിഷേധിച്ച് കേരള ജേർണലിസ്റ്റ് യൂണിയൻ. ഹർത്താലിൽ ഗുരുവായൂർ ക്ഷേത്രനഗരം നിശ്ചലം. തീരദേശ മേഖലയിൽ ഹർത്താൽ പൂർണ്ണം. വടക്കാഞ്ചേരിയിൽ CPM ഓഫീസിന് നേരെ ആക്രമണം. തുടർച്ചയായി ഉണ്ടാകുന്ന ഹർത്താലിൽ ജീവിതം വഴിമുട്ടി ഭിന്നശേഷിക്കാരായ ലോട്ടറി തൊഴിലാളികൾ. വിൽക്കാനാകാതെ ബാക്കി വരുന്ന ടിക്കറ്റുകൾ തിരികെ എടുക്കാൻ സംവിധാനമൊരുക്കണമെന്ന് ആവശ്യം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ശബരിമല കർമ്മസമിതി ആഹ്വാനം ചെയ്ത ഹർത്താലിൽ ജനജീവിതം സ്തംഭിച്ചു. ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. KSRTC ബസ്സുകളും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തിയില്ല. ഹർത്താലുമായി സഹകരിക്കില്ലെന്ന് വ്യാപാരികൾ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഭൂരിഭാഗം സ്ഥലങ്ങളിലും വ്യാപാര കേന്ദ്രങ്ങൾ തുറന്ന് പ്രവർത്തിച്ചില്ല. അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിരുന്നുവെങ്കിലും ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ ഹർത്താൽ അനുകൂലികൾ വാഹനം തടഞ്ഞത് ജനങ്ങളെ ദുരിതത്തിലാക്കി. വാഹനം തടയുന്നവർക്കെതിരെയും പൊതുമുതൽ നശിപ്പിക്കുന്നവർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്ന് DGP മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ജില്ലയുടെ വിവിധ മേഖലകളിൽ ഹർത്താൽ അനുകൂലികൾ വാഹനം തടയുകയും സ്ഥാപനങ്ങൾ അടപ്പിക്കുകയും ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു. ഹർത്താലിൽ ജില്ലയിൽ വിവിധയിടങ്ങളിലായി വ്യാപക ആക്രമണം. കുഴൂർ CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ ജനൽ ചില്ലുകൾ ഹർത്താൽ അനുകൂലികൾ തകർത്തു. കൊച്ചുകടവിൽ BMS ഓഫീസിന് നേരെയും ആക്രമണമുണ്ടായി. വടക്കാഞ്ചേരി ഏങ്കക്കാട് DYFI പ്രവർത്തകന്റെ വീടിന് നേരെ ആക്രമണം നടന്നു. അമ്പല്ലൂരിൽ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. ശക്തൻ സ്റ്റാൻഡിൽ കർണാടക KSRTC ബസ്സിന് നേരെ കല്ലേറുണ്ടായതിനെ തുടർന്ന് സർവീസ് നിർത്തിവെച്ചു. വടക്കാഞ്ചേരിയിൽ CPM ഓഫീസിന് നേരെ കല്ലേറുണ്ടായത് സംഘർഷത്തിൽ കലാശിച്ചു. അയ്യന്തോളിൽ പോസ്റ്റ് ഓഫീസ് അടപ്പിക്കാനും ഹർത്താൽ അനുകൂലികൾ ശ്രമം നടത്തി. തൃശൂർ രാമനിലയത്തിന് മുന്നിലെ കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ഓഫീസിന് നേരെ ആക്രമണമുണ്ടായി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഓഫീസ് തുറന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു ഹർത്താൽ അനുകൂലികളുടെ ആക്രമണം. തൃശൂരിൽ പ്രകടനം നടത്തിയ ഹർത്താൽ അനുകൂലികൾ ട്രാഫിക് ഡിവൈഡറുകളും ഫ്ലക്സ് ബോർഡുകളും നശിപ്പിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. കണ്ടാലറിയാവുന്ന 17 പേർ ഉൾപ്പെടെ 750ഓളം പേർക്കെതിരെയാണ് ഈസ്റ്റ് പോലീസ് കേസെടുത്തത്. പ്രകടനത്തിനിടെ പോലീസിന്റെ ക്യാമറ തല്ലിപ്പൊളിച്ച സംഭവത്തിൽ 5 പേരെ തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. പാറമേക്കാവ് ജംഗ്ഷനിൽ വെച്ചാണ് പ്രകടനത്തിൽ പങ്കെടുത്ത ശബരിമല കർമ്മസമിതി പ്രവർത്തകർ സിവിൽ പോലീസ് ഓഫീസർ ലിൻഡോയെ ആക്രമിച്ച് ക്യാമറ തട്ടിയെടുക്കുകയും വലിച്ചെറിഞ്ഞ് നശിപ്പിക്കുകയും ചെയ്തത്. ഹർത്താലിന്റെ ഭാഗമായി തൃശൂർ നഗരത്തിൽ നടന്ന പ്രകടനം സംഘർഷത്തിൽ കലാശിച്ചു. ഹർത്താൽ അനുകൂലികൾക്ക് നേരെ പോലീസ് ലാത്തി വീശി. ഹർത്താൽ അനുകൂലികൾ തൃശൂർ സ്വരാജ് റൗണ്ടിൽ നടത്തിയ പ്രകടനമാണ് അക്രമാസക്തമായത്. പ്രകടനത്തിന് മുന്നോടിയായി നടുവിലാലിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. പ്രവർത്തകർക്കിടയിലൂടെ ഒരു കാർ കടത്തിവിട്ടതാണ് ഇവരെ പ്രകോപിപ്പിച്ചത്. നടുവിലാലിലെ ബാരിക്കേഡുകൾ തള്ളിമറിച്ചിട്ട പ്രവർത്തകർക്ക് നേരെ പോലീസ് നേരിയ തോതിൽ ലാത്തിവീശി. പോലീസിന് നേരെ ഇവർ പ്രതിഷേധിച്ചെങ്കിലും നേതാക്കൾ ഇടപെട്ട് രംഗം ശാന്തമാക്കുകയായിരുന്നു. ദൃശ്യങ്ങൾ പകർത്താനെത്തിയ ഫോട്ടോഗ്രാഫർമാർക്ക് നേരെയും ക്യാമറാമാൻമാർക്ക് നേരെയും കയ്യേറ്റ ശ്രമമുണ്ടായി. തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രതിഷേധ പ്രകടനത്തിനിടെ ബാരിക്കേഡുകൾ തള്ളിയിടുകയും ഇടതുപക്ഷത്തിന്റെ ബോർഡുകളും കൊടിക്കാലുകളുമെല്ലാം നശിപ്പിക്കുകയും ചെയ്തു. കടകൾ ബലമായി പ്രവർത്തകർ അടപ്പിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് A. നാഗേഷ്, സംസ്ഥാന നേതാക്കളായ MS സമ്പൂർണ, അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, ശബരിമല കർമ്മസമിതി ജില്ലാ കൺവീനർ P. സുധാകരൻ, ഹിന്ദു ഐക്യവേദി ജില്ലാ സെക്രട്ടറി K. കേശവദാസ്, കോർപ്പറേഷൻ കൗൺസിലർമാരായ V. രാവുണ്ണി, K. മഹേഷ്, BMS ജില്ലാ പ്രസിഡന്റ് AC കൃഷ്ണൻ തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. സിറ്റി പോലീസ് കമ്മീഷണർ യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്തുണ്ടായിരുന്നു. TC വിനോസ്, തൃശൂർ.
ഹർത്താൽ അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ പുതുക്കാട് 500 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. BJP RSS നേതാക്കൾ ഉൾപ്പെടെ കണ്ടാലറിയാവുന്നവരുടെ പേരിലാണ് കേസ്. വൈകിട്ട് ബൈക്കിലെത്തിയ സംഘത്തിന്റെ കല്ലേറിൽ കാർ യാത്രികന് പരിക്കേറ്റു. വരാക്കര പുളിഞ്ചൂട് സ്വദേശി കോപ്പാടൻ ബാബുവിന്റെ മകൻ ആദർശിനാണ് പരിക്കേറ്റത്. ബൈക്കിൽ കറങ്ങിയ സംഘം മേഖലയിൽ വ്യാപകമായി CPMന്റെ കുടിക്കാലുകളും പ്രചരണ ബോർഡുകളും തകർത്തു. കല്ലൂർ മാവിൻ ചുവടിൽ കേബിൾ TV അറ്റകുറ്റപ്പണി നടത്തുന്ന ഓട്ടോറിക്ഷ അക്രമികൾ തകർത്തു. ഗോവിന്ദ് കേബിൾ നെറ്റ്വർക്കിലെ CR സുനിൽകുമാറിന്റെ ഓട്ടോറിക്ഷയാണ് തകർത്തത്. CPM BJP പ്രവർത്തകർ പ്രകടനം നടത്തിയ വരന്തരപ്പള്ളിയിൽ 2 മണിക്കൂറിലേറെ സംഘർഷാവസ്ഥയുണ്ടായി. വരന്തരപ്പള്ളി പൗണ്ട് മേഖലയിൽ പ്രകടനം നടത്തിയ പ്രവർത്തകർ വരന്തരപ്പള്ളി സെന്ററിൽ ചേരി തിരിഞ്ഞു നിന്ന് മുദ്രാവാക്യം വിളിച്ചു. ചാലക്കുടി DYSP CR സന്തോഷിന്റെ നേതൃത്വത്തിൽ ഇരുവിഭാഗം നേതാക്കളുമായി ചർച്ച നടത്തിയ ശേഷം വൈകിട്ട് 7:30യോടെയാണ് പ്രവർത്തകരെ തിരിച്ചയച്ചത്. ഹർത്താലിനെ തുടർന്നുണ്ടായ അക്രമ സംഭവങ്ങളിൽ ജില്ലയിൽ 1000-ഓളം BJP സംഘപരിവാർ പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. 59 കേസുകളായാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. സിറ്റി പരിധിയിൽ 39 കേസും റൂറൽ പരിധിയിൽ 20 കേസുകളുമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി 100ഓളം പേരെ കരുതൽ തടങ്കലിൽ അറസ്റ്റ് ചെയ്തു. വാടാനപ്പള്ളി ഗണേശമംഗലത്ത് ഹർത്താൽ അനുകൂലികൾ നടത്തിയ പ്രകടനത്തിനിടയിൽ BJP SDPI പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 5 BJP പ്രവർത്തകർക്ക് കുത്തേറ്റു. നെഞ്ചിലും കാലിലും കുത്തേറ്റവർ ഉൾപ്പെടെ 4 BJP പ്രവർത്തകരെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. വാടാനപ്പള്ളി പഞ്ചായത്ത് അംഗം KB ശ്രീജിത്ത്, മഞ്ഞിപ്പറമ്പിൽ സുജിത്ത്, കാട്ടിൽ ഇമ്മാറ വീട്ടിൽ കൃഷ്ണൻകുട്ടി, എങ്ങണ്ടിയൂർ ഉണ്ണിക്കൊച്ചൻ വീട്ടിൽ രതീഷ്, മഠത്തിൽ വീട്ടിൽ രാമദാസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. മഠത്തിൽ വീട്ടിൽ രാമദാസിനെ വലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് പ്രഥമ ശുശ്രൂഷ നൽകി വിട്ടയച്ചു. റൂറൽ SP MK പുഷ്കറിന്റെയും 2 DYSPമാരുടെയും നേതൃത്വത്തിൽ ഗണേശമംഗലത്ത് ശക്തമായ പോലീസ് സന്നാഹം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ശബരിമല കർമ്മസമിതി പ്രവർത്തകർ ഗണേശമംഗലത്തുള്ള റൈസ് ബൗൾ ഹോട്ടൽ അടപ്പിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രകോപനമാണ് സംഘർഷത്തിന് കാരണം. BJP ജില്ലാ പ്രസിഡന്റ് A നാഗേഷ് അടക്കമുള്ളവർ ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചു. ജില്ലയിൽ പോലീസ് CPMന്റെ ഒത്താശ ചെയ്തു കൊടുക്കുന്ന അക്രമത്തിന് നേതൃത്വത്തിന് കൂട്ടുനിൽക്കുന്ന നടപടിയാണ് ജില്ലാ പോലീസ് എടുത്തിട്ടുള്ളത്. ഇത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയലാണ്. ഭാരതീയ ജനതാ പാർട്ടിയെയും സംഘപരിവാറിനെയും സംബന്ധിച്ച് നിലനിൽപ്പിനുള്ള പോരാട്ടത്തിന് ഞങ്ങൾ നേതൃത്വം നൽകേണ്ടി വരും. വ്യാപകമായി ജില്ലയിലെ എല്ലാ മേഖലയിലും അക്രമം നടത്തുന്ന CPM ഇതിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ തീക്കൊള്ളി കൊണ്ട് തലചൊറിയലായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുക. ഹർത്താൽ ദിനത്തിൽ തൃശൂരിലെ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കുമെന്ന് വ്യാപാരികൾ അറിയിച്ചിരുന്നുവെങ്കിലും കടകൾ തുറന്ന് പ്രവർത്തിക്കാനായില്ല. കടകൾ തുറന്നാൽ പോലീസ് മതിയായ സംരക്ഷണം നൽകുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും വ്യാപാരികൾ കടകൾ തുറക്കാൻ തയ്യാറായില്ല. സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് കടകൾ തുറക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ചത്. തുടർന്ന് ചേംബർ ഓഫ് കൊമേഴ്സിന്റെയും മർച്ചന്റ്സ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ചേംബർ ഓഫ് കൊമേഴ്സിന്റെ മുന്നിൽ നിന്ന് വായി മൂടിക്കെട്ടി നടത്തിയ പ്രകടനം കോർപ്പറേഷന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ M ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് TR വിജയകുമാർ, ചേംബർ ഡയറക്ടർമാരായ NI വർഗീസ്, PM തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. അതേസമയം ഹർത്താൽ ദിനത്തിൽ പ്രതിഷേധം വകവയ്ക്കാതെ മുനിസിപ്പൽ സ്റ്റാൻഡിന് സമീപത്തുള്ള ഇലക്ട്രോണിക്സ് വ്യാപാര കേന്ദ്രം തുറന്നു. കട അടപ്പിക്കാൻ സമരാനുകൂലികൾ എത്തിയെങ്കിലും പോലീസ് വന്നതിനാൽ സമരക്കാർ പിന്മാറി. കൂടുതൽ പ്രവർത്തകർ എത്തി കട അടപ്പിക്കാൻ വീണ്ടും ശ്രമം നടത്തിയെങ്കിലും സ്ഥലത്ത് കൂടുതൽ പോലീസിനെ വിന്യസിപ്പിച്ചതോടെ സമരക്കാർ പിന്മാറുകയായിരുന്നു. ഇന്നുണ്ടാക്കി വെച്ച സാധനങ്ങളൊക്കെ കേടുവന്നു പോകുന്ന ഹോട്ടലുകാർ, റെസ്റ്റോറൻറ്റുകാർ, ഒരുപാട് സ്ഥലങ്ങളിൽ പിരിവ് കിട്ടേണ്ട കച്ചവടക്കാർ, കടം കൊടുത്ത് മട്ടി ഞങ്ങൾക്ക് ജീവിക്കാൻ മാറുകയില്ല. ഈ സ്ഥിതിയിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ഹർത്താൽ ഞങ്ങൾ ഇവരെന്നല്ല ഏത് പാർട്ടി നടത്തിയാലും, അത് CPM ആയാലും ഇടതുപക്ഷമായാലും കോൺഗ്രസ് ആയാലും BJP ആയാലും ആരായാലും ഞങ്ങൾ വ്യാപാരി സമൂഹം എതിർക്കാൻ തന്നെ തീരുമാനം. ഇടവേള. ഹായ് ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഒന്ന് കണ്ണടക്ക്, തുറന്നോളൂ. എന്താ ഇതാണ് കോംബോ. കല്യാൺ സിൽക്സിന്റെ കോംബോ. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ കോംബോ ഉത്സവം. നേടൂ 3 ഇരട്ടി ലാഭം ഓരോ ഷോപ്പിംഗിലും ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഹായ്, അവിടുത്തെ വിശേഷം പറയൂ. കണ്ണടയ്ക്ക്. ഇതിലും വലിയ കോംബോ ഓഫർ കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു.
ശബരിമല കർമ്മസമിതി നടത്തിയ ഹർത്താലിൽ സംസ്ഥാന വ്യാപകമായി മാധ്യമപ്രവർത്തകർക്ക് നേരെ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് തൃശൂരിൽ മാധ്യമപ്രവർത്തകർ പ്രകടനം നടത്തി. കേരള വർക്കിംഗ് ജേർണലിസ്റ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനം കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സമാപിച്ചു. പ്രതിഷേധ യോഗം KUWJ സംസ്ഥാന ട്രഷറർ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് K. പ്രഭാത്, സെക്രട്ടറി MV വിനീത എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. പ്രവർത്തകരെ വെച്ച് അലക്കുന്ന സ്ഥിതിയാണ് ഇന്ന് ഈ സംഘപരിവാറിൽ മുറ്റത്ത് വെച്ച് ഞങ്ങളുടെ മാധ്യമപ്രവർത്തകരായ രഞ്ജിത്ത് ഉണ്ട്. ഏറ്റവും ആളുകളെ തെരഞ്ഞെടുത്തു. ജില്ലയിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ നടന്ന വ്യാപകമായ അക്രമങ്ങളിൽ കേരള ജേർണലിസ്റ്റ് യൂണിയൻ പ്രതിഷേധിച്ചു. മാധ്യമപ്രവർത്തകർക്ക് നേരെ ആസൂത്രിതമായ ആക്രമണങ്ങളാണ് പല ഭാഗത്തും നടന്നിട്ടുള്ളത്. മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുകയും ക്യാമറകൾ തല്ലിത്തകർക്കുകയും ചെയ്തവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് കേരള ജേർണലിസ്റ്റ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് EP രാജീവ്, സെക്രട്ടറി അജീഷ് കർക്കിടകത്ത് എന്നിവർ ആവശ്യപ്പെട്ടു. തൃശൂർ നഗരത്തിൽ ദൃശ്യങ്ങൾ പകർത്താനെത്തിയ ഫോട്ടോഗ്രാഫർമാർക്ക് നേരെയും ക്യാമറാമാൻമാർക്ക് നേരെയും കയ്യേറ്റ ശ്രമമുണ്ടായി. പുതുക്കാട്, ഇരിങ്ങാലക്കുട, വടക്കാഞ്ചേരി എന്നിവിടങ്ങളിലും ഹർത്താൽ അനുകൂലികൾ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ക്യാമറകൾ തല്ലിത്തകർക്കുകയും ചെയ്തു. മാധ്യമപ്രവർത്തകർക്ക് നേരെയുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച് പുതുക്കാട് മേഖലയിലെ പ്രാദേശിക ലേഖകർ വായ് മൂടിക്കെട്ടി പ്രകടനം നടത്തി. പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രകടനമായി എത്തിയ പ്രവർത്തകർ പരാതി നൽകി. പുതുക്കാട് സെന്ററിൽ നടന്ന പ്രതിഷേധ യോഗം P. പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. US ശ്രീശോഭ് അധ്യക്ഷനായിരുന്നു. സരീഷ് വരന്തരപ്പള്ളി, സുരേഷ് എടക്കുന്നി, രാജേഷ് കുറുമാലി, VJ റാഫി, AJ ജാക്സൺ എന്നിവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുടയിൽ ഹർത്താൽ അനുകൂലികൾ നടത്തിയ പ്രകടനത്തിനിടെ വ്യാപക ആക്രമണം. ഹർത്താൽ അനുകൂലികൾ നിർബന്ധിച്ച് കടകളും സ്ഥാപനങ്ങളും അടപ്പിച്ചു. അക്രമ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ മാധ്യമപ്രവർത്തകർക്ക് നേരെയും കയ്യേറ്റ ശ്രമമുണ്ടായി. ജന്മഭൂമി ലേഖകൻ ഉണ്ണികൃഷ്ണന് നേരെയും സിറ്റി ചാനൽ ക്യാമറമാൻ മനോജിന് നേരെയും കയ്യേറ്റ ശ്രമമുണ്ടായി. ഹർത്താലിൽ മാള കുഴൂർ പഞ്ചായത്തിൽ വ്യാപകമായ അക്രമം. കഴിഞ്ഞ ദിവസം രാത്രിയിലും പകലുമായി നിരവധി കൊടിക്കാലുകളും ബോർഡുകളും നശിപ്പിച്ചു. CPM കുഴൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ ജനൽ ചില്ലുകൾ തകർത്തിട്ടുണ്ട്. കൊച്ചുകടവിൽ BMS ഓഫീസിന് നേരെ ആക്രമണം നടന്നു. കുഴൂർ, എരവത്തൂർ, കൊച്ചുകടവ്, കുണ്ടൂർ എന്നിവിടങ്ങളിലാണ് 2 ദിവസങ്ങളിലായി ഏറ്റവും കൂടുതൽ അക്രമ സംഭവങ്ങൾ നടന്നത്. വഴിയോരങ്ങളിൽ സ്ഥാപിച്ചിരുന്ന CPMന്റെയും BJPയുടെയും നിരവധി കൊടിക്കാലുകളും ബോർഡുകളും തകർത്തിട്ടുണ്ട്. എരവത്തൂരിൽ പോലീസ് നോക്കി നിൽക്കെയാണ് 2 വലിയ കൊടിക്കാലുകൾ തകർത്തത്. പ്രകടനക്കാർ വടം ഉപയോഗിച്ചാണ് കൊടിക്കാലുകൾ ഒടിച്ചിട്ടത്. ഈ മേഖലയിൽ BJPയുടെയും കൊടിക്കാലുകൾ കഴിഞ്ഞ രാത്രിയിൽ തകർത്തിട്ടുണ്ട്. ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രകടന ദൃശ്യം മൊബൈലിൽ പകർത്തിയെന്നാരോപിച്ച് CPM പ്രവർത്തകനെ ആക്രമിച്ചിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗത്തിലെയും ഏതാനും പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുഴൂർ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടും മുൻകരുതൽ നടപടിയായി കൂടുതൽ പോലീസിനെ വിന്യസിക്കാൻ കഴിഞ്ഞില്ലെന്നും ആക്ഷേപമുണ്ട്. അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗങ്ങൾക്കുമെതിരെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തു. ശബരിമല കർമ്മസമിതി ആഹ്വാനം ചെയ്ത ഹർത്താലിൽ ഗുരുവായൂർ ക്ഷേത്ര നഗരം നിശ്ചലമായി. കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നഗരത്തിൽ കനത്ത പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരുന്നു. ക്ഷേത്ര നടയിൽ ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു. വാഹനങ്ങൾ കാര്യമായി നിരത്തിലിറങ്ങിയില്ല. KSRTC സർവീസ് നടത്തിയില്ല. ഹർത്താലായിരുന്നിട്ടും 14 വിവാഹങ്ങൾ ക്ഷേത്രസന്നിധിയിൽ നടന്നു. വിവാഹ സംഘങ്ങളുടെയും തീർത്ഥാടകരുടെയും വാഹനങ്ങളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനം നടത്തി. പടിഞ്ഞാറേനടയിലെ RSS കാര്യാലയത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി സമാപിച്ചു. പ്രകടനം കടന്നു പോകുന്നതിനിടെ കിഴക്കേനടയിലെ CITU ഓഫീസിന് മുന്നിൽ നേരിയ തോതിൽ സംഘർഷാവസ്ഥ ഉടലെടുത്തു. കഴിഞ്ഞ ദിവസം നടന്ന അക്രമ സംഭവങ്ങളിൽ 300ഓളം പേർക്കെതിരെ ടെമ്പിൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. CIC പ്രേമാനന്ദ കൃഷ്ണന് കല്ലേറിൽ പരിക്കേറ്റ സംഭവത്തിൽ 80 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ബുധനാഴ്ച വൈകിട്ട് പോലീസ് ജീപ്പ് ആക്രമിച്ച സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 200ഓളം പേർക്കെതിരെയും മന്ത്രിക്ക് നേരെ കരിങ്കൊടിയും നാമജപ പ്രതിഷേധവും നടത്തിയ സംഭവത്തിൽ 51 പേർക്കെതിരെയുമാണ് കേസെടുത്തത്. തുടർച്ചയായി ഉണ്ടാകുന്ന ഹർത്താലിൽ ജീവിതം വഴിമുട്ടി ഭിന്നശേഷിക്കാരായ ലോട്ടറി തൊഴിലാളികൾ. വിൽക്കാനാകാതെ ബാക്കി വരുന്ന ടിക്കറ്റുകൾ തിരികെയെടുക്കാൻ സർക്കാർ സംവിധാനം ഒരുക്കണമെന്നും ആവശ്യം. എന്തിനും ഏതിനും ഹർത്താൽ പ്രഖ്യാപിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഹർത്താലിൽ നടുവൊടിയുന്ന ഇവരെ പോലുള്ളവരുടെ ദുരിതക്കാഴ്ചകൾ കൂടി കാണേണ്ടതുണ്ട്. മറ്റുള്ളവരുടെ സഹതാപത്തിന് കാത്തു നിൽക്കാതെ സ്വപ്രയത്നം കൊണ്ട് ജീവിതം തള്ളി നീക്കാൻ പെടാപാടുപെടുന്നവരുടെ ആത്മാഭിമാനമാണ് ഇത്തരം ഹർത്താലുകൾ തല്ലി തകർക്കുന്നതെന്ന് സമൂഹം തിരിച്ചറിയണമെന്നാണ് ഇവർക്ക് നിശബ്ദം പറയാനുള്ളത്. ലോട്ടറി ടിക്കറ്റ് വിറ്റ് ഉപജീവനം നടത്തുന്നവരിൽ ഭൂരിഭാഗം പേരും ഭിന്നശേഷിക്കാരായ സാധുക്കളാണ്. ഹർത്താൽ ദിനത്തിൽ പ്രതീക്ഷിച്ച കച്ചവടം നടക്കാത്തതിലുള്ള ബുദ്ധിമുട്ട് മാത്രമല്ല,
വിൽക്കാതെ ബാക്കിയാകുന്ന ടിക്കറ്റുകൾ വരുത്തിവെക്കുന്ന നഷ്ടം എങ്ങനെ പരിഹരിക്കുമെന്നറിയാത്ത നിസ്സഹായാവസ്ഥയാണ് ഇവർക്ക് പങ്കുവയ്ക്കാനുള്ളത്. തൃശൂർ കേരളവർമ്മ കോളേജിൽ നിന്ന് MA-യും ഒറ്റപ്പാലം NSSൽ നിന്ന് B.Ed പൂർത്തിയാക്കിയ വേലായുധനെ പോലുള്ളവരുടെ സങ്കടം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളോടും സർക്കാരിനോടുമുള്ള ദയാഹർജി കൂടിയാണ്. കാരണം ഞാൻ MA B.Ed കഴിഞ്ഞു. എനിക്ക് ഇപ്പോൾ PSC നിയമനം അടുത്തിട്ടുണ്ടെങ്കിലും അതുവരെയുള്ള എൻ്റെ ഈ എൻ്റെ ഈ പരിമിതമായ തൊഴിലിൽ, കാരണം കുറച്ച് ടിക്കറ്റ് മാത്രം എടുത്ത് നിൽക്കുന്ന എനിക്ക് ഇതുപോലുള്ള അനാവശ്യ ഹർത്താലുകൾ വഴി ടിക്കറ്റുകൾ ഒരുപാട് ബാക്കി വരുന്ന ഒരു സാഹചര്യമാണ്. ഇന്നിപ്പോൾ ഇത്രയും നേരം ഞാൻ കാലത്ത് ഏകദേശം ഒരു 6 മണി തൊട്ട് നടന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെയായിട്ടും പകുതി ടിക്കറ്റ് പോലും വിറ്റ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കേരള സർക്കാരും ഒരു മറുപടി തന്നാൽ വളരെ ഉപകാരമായിരുന്നു. വേലായുധനും ഭാഗികമായി അന്ധതയുള്ള ഭാര്യ ബീനയ്ക്കും ഹർത്താലുകൾ ഇന്ന് പേടി സ്വപ്നമാണ്. വിൽപ്പന നടക്കാത്തതുമൂലം ടിക്കറ്റുകൾ ബാക്കിയാകുന്നതുകൊണ്ട് 400-500 രൂപ ഇത്തരം ദിവസങ്ങളിൽ നഷ്ടം വരുന്നതാണ് ഇവരുടെ നട്ടെല്ലൊടിക്കുന്നത്. ബാക്കി വരുന്ന ലോട്ടറി ടിക്കറ്റുകൾ തിരിച്ചെടുക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന നടക്കാത്ത സ്വപ്നമാണ് ഇവർക്ക് പങ്കുവയ്ക്കാനുള്ളത്. കാണാൻ കണ്ണുള്ളവർ കാണട്ടെ എന്ന അഭ്യർത്ഥനയോടെ. TCV ന്യൂസ്, തൃശൂർ. ഹർത്താലിൽ പുതുക്കാട് മേഖലയിൽ വ്യാപക അക്രമം. വാഹനങ്ങൾക്ക് നേരെ കല്ലേറുണ്ടായി. മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തു. പ്രാദേശിക ചാനലിന്റെ ക്യാമറ തകർത്തു. KSRTC ഡിപ്പോയ്ക്ക് നേരെയും ആക്രമണമുണ്ടായി. പ്രതിഷേധം മൊബൈലിൽ പകർത്താൻ ശ്രമിച്ചവരെയും കയ്യേറ്റം ചെയ്തു. വ്യാഴാഴ്ച രാവിലെ ആമ്പല്ലൂർ കുണ്ടുക്കാവ് ക്ഷേത്ര പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം ദേശീയപാതയിലേക്ക് പ്രവേശിച്ചതോടെയാണ് അക്രമാസക്തമായത്. ദേശീയപാതയിലൂടെ വന്ന വാഹനങ്ങളെയും പുതുക്കാട് KSRTC ഡിപ്പോയിൽ നിർത്തിയിട്ടിരുന്ന ബസ്സുകളെയും ഹർത്താൽ അനുകൂലികൾ കല്ലെറിഞ്ഞു. മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ മുദ്രാവാക്യം വിളിച്ചെത്തിയ പ്രതിഷേധക്കാർ LDFന്റെ കൊടിക്കാലുകളും പ്രചാരണ ബോർഡുകളും നശിപ്പിച്ചു. പ്രകടനം പുതുക്കാട് സെന്ററിലെത്തിയപ്പോഴാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റമുണ്ടായത്. പുതുക്കാട് NCTV ചാനലിന്റെ ക്യാമറ പ്രതിഷേധക്കാർ എറിഞ്ഞു തകർത്തു. ദീപിക പ്രാദേശിക ലേഖകൻ സുനോജ് വൈലോപ്പള്ളി, NCTV ചാനലിന്റെ ക്യാമറമാൻമാരായ അബിൻ, യദു എന്നിവരെയാണ് കയ്യേറ്റം ചെയ്തത്. ഈ സമയം പ്രകടനക്കാർക്കൊപ്പം ഉണ്ടായിരുന്ന പോലീസ് മാധ്യമപ്രവർത്തകരെ തൊട്ടടുത്ത കടയിലേക്ക് ഷട്ടർ താഴ്ത്തി സംരക്ഷിക്കുകയായിരുന്നു. ഈ സമയം സമീപത്തെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചിത്രങ്ങൾ പകർത്താൻ ശ്രമിച്ചയാളുടെ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങി എറിഞ്ഞു തകർത്തു. നേതാക്കൾ അണിനയിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നെങ്കിലും പ്രവർത്തകർ പ്രകോപിതരായിരുന്നു. അക്രമം നടക്കുമ്പോൾ പോലീസ് സ്ഥലത്തുണ്ടായിരുന്നെങ്കിലും നിസ്സംഗത പാലിച്ചു. പ്രകടനത്തിനിടെ നിരവധി വാഹനങ്ങളുടെ ചില്ലുകൾ പ്രവർത്തകർ എറിഞ്ഞു തകർത്തു. കർണാടകയിൽ നിന്നും ചേന്ദമംഗലം ഗവൺമെന്റ് സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങളുമായി വന്ന കാറും ആക്രമണത്തിൽ തകർന്നു. പുതുക്കാട് പോലീസിൽ പരാതി നൽകി. നന്ദിക്കരയിൽ KSRTC ബസിന് നേരെയും കല്ലേറുണ്ടായി. മുത്രത്തിക്കരയിലും കല്ലൂരും വാഹനഗതാഗതം തടഞ്ഞു. പരന്തരപ്പള്ളിയിലും ഹർത്താൽ അനുകൂലികൾ വ്യാപകമായി ആക്രമണം നടത്തി. റോഡിൽ തീയിട്ട പ്രതിഷേധക്കാർ CPMന്റെ പ്രചാരണ ബോർഡുകളും കൊടിക്കാലുകളും നശിപ്പിച്ചു. 100-ലേറെ പ്രവർത്തകർ പ്രകടനത്തിൽ അണിനിരന്നു. TCV പുതുക്കാട്. ഇടവേള. നിങ്ങളിലെ രാജകുമാരിക്ക് ദ രാജമുഖി കളക്ഷൻ ബൈ ജോസ് ആലുക്കാസ്. വാർത്തയിലേക്ക്. ഹർത്താൽ തീരദേശ മേഖലയിൽ പൂർണ്ണം. ഹർത്താലിനിടെ വാടനപ്പള്ളിയിൽ തുറന്ന നീതി ടെക്സ്റ്റൈൽസ് ഒരു സംഘം അടിച്ചു തകർത്തു. ഹർത്താൽ അനുകൂലികൾ സ്ഥാപനത്തിന്റെ മുൻഭാഗത്തെ ചില്ലുകൾ അടിച്ചു തകർക്കുകയായിരുന്നു. ഹർത്താൽ അനുകൂലികൾ കല്ലെറിഞ്ഞ് തകർത്ത വടക്കാഞ്ചേരി CPM പാർട്ടി ഓഫീസ് LDF കൺവീനർ A. വിജയരാഘവൻ സന്ദർശിച്ചു. കേരളത്തിൽ അക്രമങ്ങൾ അഴിച്ചുവിടുന്ന BJP സംഘപരിവാർ സംഘടനകൾക്ക് ജനപിന്തുണ നഷ്ടപ്പെട്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യർ ചിറ്റിലപ്പള്ളി, AS കുട്ടി, PN സുരേന്ദ്രൻ, MR അനൂപ് കിഷോർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ഹർത്താലിൽ കട തുറന്ന് കാക്കാത്തുരുത്തി സ്വദേശിക്ക് മർദ്ദനം. വലൂപ്പറമ്പത്ത് അനിയനാണ് മർദ്ദനമേറ്റത്. സമീപവാസികളായ കണ്ടാൽ അറിയുന്നവരാണ് തന്നെ മർദ്ദിച്ചതെന്നും രാഷ്ട്രീയ വൈരാഗ്യമാണ് മർദ്ദനത്തിന് കാരണമെന്നും ഇയാൾ പറഞ്ഞു. CPM കാക്കാത്തുരുത്തി ബ്രാഞ്ച് അംഗമാണ് അനിയൻ. സംഭവശേഷം ആശുപത്രിയിലേക്ക് വരുന്നതിനിടയിൽ സമരാനുകൂലികൾ വാഹനം തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തിയെന്നും അനിയൻ പറയുന്നു. സംഭവത്തിൽ കാട്ടൂർ പോലീസിൽ പരാതി നൽകി.
ജോലി കഴിഞ്ഞ് ഭാര്യയെയും കൊണ്ട് ഇരുചക്ര വാഹനത്തിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന പൊർത്തുശ്ശേരി സ്വദേശിയെ ഹർത്താൽ അനുകൂലികൾ മർദ്ദിച്ചതായി പരാതി. പൊർത്തുശ്ശേരി കുന്നത്ത് വീട്ടിൽ വാസുദേവനാണ് മർദ്ദനമേറ്റത്. കരുവന്നൂർ പുത്തൻതോട് സെന്ററിൽ വെച്ചായിരുന്നു സംഭവം. തൃശൂർ മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ് നഴ്സായ വാസുദേവന്റെ ഭാര്യ ബിന്ദുവിന്റെ രാത്രി ഷിഫ്റ്റ് പൂർത്തിയാക്കി വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഹർത്താൽ അനുകൂലികൾ മർദ്ദിച്ചതെന്ന് പരാതിയിൽ പറയുന്നു. മാപ്രാണത്ത് കടകൾ തുറന്നതിനെ ചൊല്ലി സംഘർഷം. മാപ്രാണം സെന്ററിൽ കരുവന്നൂർ സഹകരണ ബാങ്കിന് കീഴിലുള്ള സൂപ്പർ മാർക്കറ്റും ബാങ്കും രാവിലെ ഹർത്താൽ അനുകൂലികളുടെ പ്രകടനത്തിന് ഇടയിൽ അടച്ചിരുന്നുവെങ്കിലും വീണ്ടും പ്രവർത്തനം ആരംഭിച്ചതാണ് സമരാനുകൂലികളെ പ്രകോപിതരാക്കിയത്. ഹർത്താൽ അനുകൂലികൾ ബാങ്കിന് മുന്നിലെത്തി മുദ്രാവാക്യം വിളി തുടങ്ങിയതോടെ ഇടതുപക്ഷ പ്രവർത്തകരും സംഘം ചേർന്ന് സ്ഥലത്തെത്തി. പോലീസ് ഇരുകൂട്ടരെയും അനുനയിപ്പിക്കാൻ ശ്രമം നടത്തിയെങ്കിലും പിന്മാറാൻ തയ്യാറായില്ല. ചർച്ചയ്ക്കൊടുവിൽ സ്ഥാപനം അടച്ചിടാൻ തയ്യാറായതോടെയാണ് മണിക്കൂറുകൾ നീണ്ടുനിന്ന സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നത്. ഹർത്താൽ അനുകൂലികളും CPM പ്രവർത്തകരും പോർവിളി നടത്തിയത് ചാലക്കുടിയിൽ സംഘർഷാവസ്ഥയ്ക്കിടയാക്കി. KSRTC സ്റ്റാൻഡിലെ ക്യാൻറ്റീന് നേരെ ആക്രമണം നടത്തിയ ഒരു BJP പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തു. കണ്ടാലറിയാവുന്ന നിരവധി പേരുടെ പേരിൽ കേസെടുക്കുകയും ചെയ്തു. പ്രകടനത്തിനിടെയായിരുന്നു CPM പ്രവർത്തകരും ഹർത്താൽ അനുകൂലികളും നേർക്കുനേർ നിന്ന് മുദ്രാവാക്യം വിളിച്ചത്. പോലീസ് ഇടപെട്ട് സംഘർഷം ഒഴിവാക്കി. നഗരത്തിൽ കടകൾ തുറക്കാൻ വ്യാപാരികൾ തയ്യാറായാൽ സംരക്ഷണം നൽകുമെന്ന് CPM പ്രവർത്തകർ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ വ്യാപാരികൾ ഇതിന് തയ്യാറായില്ല. ശബരിമല കർമ്മസമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ കളക്ട്രേറ്റിലെ ഹാജർ നിലയെ ബാധിച്ചില്ല. വിവിധ വകുപ്പ് ഓഫീസുകളിൽ താരതമ്യേന ഭേദപ്പെട്ട ഹാജർ നിലയായിരുന്നു. 60% പേർ ജോലിക്ക് ഹാജരായി. കോടതികൾ തടസ്സം കൂടാതെ പ്രവർത്തിച്ചു. തൃശൂർ താലൂക്ക് ഓഫീസ് കോമ്പൗണ്ടിലെ ഓഫീസുകൾ ഉച്ചവരെ പ്രവർത്തിച്ചു. സിവിൽ സപ്ലൈസ് കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന വിവിധ ഓഫീസുകൾ ഹർത്താൽ അനുകൂലികൾ എത്തി അടപ്പിച്ചു. അർപ്പണബോധമാണ് ജീവിതത്തിന് ധൈര്യം എന്നതാണ് സൈമൺ ബ്രിട്ടോ നമ്മെ പഠിപ്പിക്കുന്ന പാഠമെന്ന് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ പറഞ്ഞു. സൈമൺ ബ്രിട്ടോയെ അനുസ്മരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൻ്റെ പ്രത്യയശാസ്ത്രത്തിൽ നിന്നും അർപ്പണബോധത്തിൽ നിന്നും പിന്നോട്ടു പോകാത്ത വ്യക്തിയാണ് ബ്രിട്ടോ എന്നും എല്ലാ പോരാളികൾക്കും നിത്യപ്രചോദനമായി അദ്ദേഹം മാറുമെന്നും വൈശാഖൻ പറഞ്ഞു. പാർട്ടിയെയും പ്രസ്ഥാനത്തെയും ആത്മാർത്ഥമായി സ്നേഹിച്ച പഴയകാല പോരാളിയായിരുന്നു ബ്രിട്ടോ എന്നും ആദ്യകാല SFI പ്രവർത്തകർക്ക് ഊർജ്ജം പകർന്ന വ്യക്തിയായിരുന്നു ബ്രിട്ടോ എന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് അനുസ്മരിച്ചു. ബ്രിട്ടോയ്ക്ക് ആരും ചെറിയവനും വലിയവനും ഇല്ലായിരുന്നുവെന്നും കണ്ടുമുട്ടുന്നവരെയെല്ലാം സുഹൃത്തുക്കളാക്കുന്ന വ്യക്തിത്വമായിരുന്നു സൈമൺ ബ്രിട്ടോ എന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ഡോക്ടർ C രാവുണ്ണി അനുസ്മരിച്ചു. പ്രൊഫസർ R ബിന്ദു, CR ദാസ്, PS ഇക്ബാൽ, KV ഗണേഷ്, ഉഷാകുമാരി തുടങ്ങി നിരവധി സുഹൃത്തുക്കളും സഹായികളും നേതാക്കളും വിതുമ്പലോടെ ബ്രിട്ടോയുമായുള്ള അനുഭവങ്ങൾ പങ്കുവച്ചു. ഹർത്താലായിരുന്നുവെങ്കിലും വിദൂരങ്ങളിൽ നിന്ന് പോലും നിരവധി പേരാണ് അനുസ്മരണ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയത്. എടവിലങ്ങിൽ വീടിന് നേരെയുള്ള ആക്രമണത്തിനിടെ നായയെ അടിച്ചുകൊന്നതായി പരാതി. എടവിലങ്ങ് കാര പഞ്ചായത്ത് കുളത്തിന് സമീപം പുന്നിലത്ത് അബ്ദുൽ കരീമിന്റെ വീടിന് നേരെയാണ് ബുധനാഴ്ച രാത്രി ആക്രമണമുണ്ടായത്. വീടിന്റെ ജനൽ ചില്ല് തകർത്ത അക്രമികൾക്ക് നേരെ കുരച്ചു ചാടിയ നായയെ വടികൊണ്ട് അടിച്ചു കൊല്ലുകയായിരുന്നു. ബുധനാഴ്ച വൈകിട്ട് അബ്ദുൽ കരീമിന്റെ മകനും മറ്റു ചിലരും തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നു. ഈ സംഭവത്തിന്റെ തുടർച്ചയാണ് വീടാക്രമണമെന്ന് സൂചനയുണ്ട്. ആക്രമണത്തെ തുടർന്ന് വീട്ടുകാർ മറ്റൊരിടത്തേക്ക് താൽക്കാലികമായി താമസം മാറി. ബുധനാഴ്ച പുല്ലൂരിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ് ആക്രമിച്ചു തകർത്ത സംഭവത്തിൽ 2 പേരെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. തുറവൻകാട് സ്വദേശി ചക്കന്തറ വീട്ടിൽ ജനു, പുല്ലൂർ ഊരകം സ്വദേശി ശ്രീലക്ഷ്മി വീട്ടിൽ ശ്രീജേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. സംഭവത്തിൽ ഉൾപ്പെട്ട മറ്റു പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ടെന്നും പ്രതികൾ ഉടൻ പിടിയിലാകുമെന്നും ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി ഫേമസ് വർഗീസ് പറഞ്ഞു. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തയിലേക്ക് വീണ്ടും. മഹാഭാരത താളുകളിൽ അരികുവൽക്കരിക്കപ്പെട്ടവരെക്കുറിച്ചുള്ള ഇതിഹാസ സമാനമായ നാടക സാക്ഷാത്കാരത്തിനായി തൃശൂരിൽ അരങ്ങുണരുന്നു. അച്ഛൻ രചയിതാവും മകൻ സംവിധായകനുമായി പാലസ് ഗ്രൗണ്ടിലെ സാൻഡ്വിച്ച് തിയേറ്റർ സ്പേസിൽ വെള്ളിയാഴ്ച മുതൽ കുറത്തി അരങ്ങിലെത്തും. ഒരു കൂട്ടം നാടക കലാകാരന്മാരുടെ 2 വർഷം നീണ്ട പരിശീലനത്തിലാണ് ഇതിഹാസ സമാനമായ നാടകം അരങ്ങിലെത്തുന്നത്. മഹാഭാരത കഥ സമകാലിക പ്രസക്തമാവുന്നത് അതിനുള്ളിൽ ലയിച്ചു ചേർന്ന ആത്മസംഘർഷങ്ങളുടെ വൈവിധ്യം കൊണ്ടാണ്.
വ്യാസൻ പോലും നിശബ്ദനാകുന്ന ഇതിഹാസ മുഹൂർത്തങ്ങളിൽ രോഷത്തിന്റെ വാക്കുകൾ ഉയിർക്കൊള്ളുന്ന വികാര മുഹൂർത്തങ്ങളാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തം. ഭൂമിയിലെങ്ങുമുള്ള പതിതർക്കു വേണ്ടിയാണ് കറുത്തവരുടെ പ്രതീകമായ ഹിഡുംബിയിലൂടെ കുറത്തി ഉറഞ്ഞാടുന്നത്. കൊല്ലപ്പെട്ട ഗോത്രവർഗ യുവാവ് മധുവിനെ അനുസ്മരിച്ചുകൊണ്ട് ഹിഡുംബനും നാടകത്തിലുണ്ട്. അരക്കില്ലത്തിൽ പാണ്ഡവർക്ക് പകരം ചുട്ടരിക്കപ്പെട്ട ഹിഡുംബിയുടെ കുടുംബാംഗങ്ങളും ഏകലവ്യനും ഘടോത്കജനുമൊക്കെ ഇന്നും അരികുവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെ പൂർവികരാണെന്ന വിലയിരുത്തലോടെ പ്രകൃതിയുമായി മാനവ സമൂഹത്തെ ബന്ധിപ്പിക്കുകയാണ് നാടകം. മഹാഭാരതത്തെ ആസ്പദമാക്കി ഡോക്ടർ എം.എൻ. വിനയകുമാറാണ് നാടകത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. അവതരണകലയിൽ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടിയ അഭിമന്യു വിനയകുമാറാണ് നാടകത്തിന്റെ സംവിധായകൻ. മഹാഭാരതം പല രീതിയിൽ ആളുകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലൊരിക്കലും പരാമർശിക്കപ്പെടാതെ പോയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു വരിയിലോ മറ്റോ ഒതുങ്ങി പോയിട്ടുള്ള, അല്ലെങ്കിൽ അരികുവൽക്കരിക്കപ്പെട്ടിട്ടുള്ള അത്തരം കഥാപാത്രങ്ങളുടെ കഥയാണ് കുറത്തി. അപ്പോൾ ആ 5 സെൻസസിനെ കൃത്യമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പെർഫോമൻസാണ്. അത് കാണുക അല്ലെങ്കിൽ കേൾക്കുക എന്നുള്ളതിനേക്കാളും അപ്പുറത്ത് ഇതൊരു അനുഭവമാക്കി ആളുകൾക്ക്, ഒരു സ്പെക്ടേറ്റർക്ക് അങ്ങനെ ഒരു പ്രത്യേക അനുഭവം പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് കുറത്തി എന്ന് പറയുന്ന പ്ലേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാണികൾ ഗ്യാലറിയിൽ ഇരിക്കുകയും അഭിനേതാക്കൾ താഴെ മണ്ണിൽ നാടകം കളിക്കുകയും ചെയ്യുന്ന സാൻഡ്വിച്ച് തിയേറ്റർ സങ്കേതമാണ് നാടകത്തിന് വേദിയാവുന്നത്. 2000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കളിത്തട്ടിന് ചുറ്റുമായി 800 പേർക്കിരിക്കാവുന്ന ഗ്യാലറിയാണ് ഒരുക്കിയിരിക്കുന്നത്. ആദിവാസി സംഗീതത്തിന്റെയും ശാസ്ത്രീയ സംഗീതത്തിന്റെയും സമന്വയം ഈ നാടകത്തിന്റെ സവിശേഷതയാണ്. കാഴ്ച, കേൾവി, സ്പർശം, ഗന്ധം, രുചി എന്നീ പഞ്ചേന്ദ്രിയാനുഭവങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന വിധത്തിലാണ് നാടക സംവിധാനം. നൂതനമായ ശബ്ദ ദീപവിധാനങ്ങളും പ്രൊജക്ടർ ഉപയോഗിച്ചുള്ള ദൃശ്യവിന്യാസങ്ങളും നാടകത്തെ ആകർഷകമാക്കും. വെള്ളിയാഴ്ച വൈകിട്ട് കഥകളി ആചാര്യൻ പത്മശ്രീ കലാമണ്ഡലം ഗോപി നാടകാവതരണം ഉദ്ഘാടനം നിർവഹിക്കുന്നതോടെ തുടർച്ചയായ 4 ദിവസങ്ങളിലായി തൃശൂരിലെ നാടകാസ്വാദകർക്ക് മുന്നിൽ കുറത്തി അരങ്ങേറും. TCV തൃശൂർ. പാറമേക്കാവ് ക്ഷേത്രത്തിലെ വേല വെള്ളിയാഴ്ച ആഘോഷിക്കും. പുലർച്ചെ വിശേഷാൽ പൂജകൾക്ക് ശേഷം അമ്പലപ്പുഴ വിജയകുമാറിന്റെ സോപാന സംഗീതം അരങ്ങേറും. തുടർന്ന് ചതുശ്ശതം നിവേദ്യം നടക്കും. വൈകിട്ട് പഞ്ചവാദ്യവും രാത്രിയിൽ തായമ്പകയും ഉണ്ടായിരിക്കും. രാത്രി 9 ആനകളുടെ അകമ്പടിയോടെ നടക്കുന്ന എഴുന്നള്ളിപ്പിൽ പാറമേക്കാവ് പത്മനാഭൻ തിടമ്പേറ്റും. പുലർച്ചെയും എഴുന്നള്ളിപ്പ് നടക്കും. പരക്കാട് തങ്കപ്പന്മാരാർ നയിക്കുന്ന പഞ്ചവാദ്യവും പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ നയിക്കുന്ന മേളവും എഴുന്നള്ളിപ്പിന് അകമ്പടിയാകും. തുടർന്ന് നടക്കുന്ന വടക്കുംവാതിൽ ഗുരുതിയോടെ വേലയ്ക്ക് സമാപനമാകും. പാറമേക്കാവ് ദേശത്തിന്റെ പിള്ളേർപ്പാട്ട് നടന്നു. സന്ധ്യയ്ക്ക് തൃപ്രയാർ അനിയന്മാരാർ നയിച്ച പാണ്ടിമേളം അരങ്ങേറി. ഒളരി ഭഗവതി ക്ഷേത്രത്തിലെ വേലയും വെള്ളിയാഴ്ച ആഘോഷിക്കും. വിശേഷാൽ പൂജകൾ, എഴുന്നള്ളിപ്പ്, വിവിധ ആഘോഷ പരിപാടികൾ എന്നിവ നടക്കും. ഭക്തജനങ്ങളുടെ വിശ്വാസങ്ങൾക്ക് മുറിവേൽപ്പിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് UDF കരിദിനം ആചരിച്ചു. കരിദിനാചരണത്തിന്റെ ഭാഗമായി UDF പ്രവർത്തകർ തൃശൂരിൽ പ്രകടനം നടത്തി. DCC ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം സ്വരാജ് റൗണ്ട് ചുറ്റി DCC ഓഫീസിൽ സമാപിച്ചു. പ്രകടനത്തിന് DCC വൈസ് പ്രസിഡന്റുമാരായ IP പോൾ, രാജേന്ദ്രൻ അരങ്ങത്ത് എന്നിവർ നേതൃത്വം നൽകി. തിരുവനന്തപുരത്ത് കരിങ്കൊടി പ്രതിഷേധത്തിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ പൈലറ്റ് വാഹനം ഇടിച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തൃശൂർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. വാഹനമോടിച്ച പോലീസുകാരനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത DCC ജനറൽ സെക്രട്ടറി A. പ്രസാദ് ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് തൃശൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജെലിൻ ജോൺ അധ്യക്ഷനായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ശബരിമല കർമ്മസമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. ഹർത്താലിൽ വ്യാപക അക്രമം, 1000-ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തു. വാടാനപ്പള്ളി ഗണേശമംഗലത്ത് 5 BJP പ്രവർത്തകർക്ക് കുത്തേറ്റു. SDPI പ്രവർത്തകരുമായുള്ള സംഘർഷത്തിനിടെയായിരുന്നു കുത്തേറ്റത്. ഹർത്താലുമായി സഹകരിക്കില്ലെന്ന വ്യാപാരികളുടെ പ്രഖ്യാപനം പാളി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നില്ല. ജില്ലയിൽ മാധ്യമ പ്രവർത്തകർക്കെതിരെ വ്യാപക അക്രമം, പ്രതിഷേധിച്ച് കേരള ജേർണലിസ്റ്റ് യൂണിയൻ. ഹർത്താലിൽ ഗുരുവായൂർ ക്ഷേത്ര നഗരം നിശ്ചലം. തീരദേശ മേഖലയിൽ ഹർത്താൽ പൂർണ്ണം. വടക്കാഞ്ചേരിയിൽ CPM ഓഫീസിന് നേരെ ആക്രമണം. തുടർച്ചയായി ഉണ്ടാകുന്ന ഹർത്താലിൽ ജീവിതം വഴിമുട്ടി ഭിന്നശേഷിക്കാരായ ലോട്ടറി തൊഴിലാളികൾ. വിൽക്കാനാകാതെ ബാക്കി വരുന്ന ടിക്കറ്റുകൾ തിരികെയെടുക്കാൻ സംവിധാനം ഒരുക്കണമെന്ന് ആവശ്യം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.